അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ റഷ്യയും ചൈനയും കൂടുതൽ അടുപ്പിച്ചതായി സൂചന. ട്രംപ് ആണവ അന്തർവാഹിനികൾ റഷ്യൻ അതിർത്തിക്ക് സമീപം വിന്യസിച്ചതിന് മറുപടിയായി റഷ്യയും ചൈനയും സംയുക്തമായി നാവിക സൈനിക അഭ്യാസം ആരംഭിച്ചു. ഈ സംഭവ വികാസങ്ങൾ ഒരു പുതിയ ശീതയുദ്ധത്തിന്റെ സൂചന നൽകുന്നുണ്ടോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ഉയരുന്നുണ്ട്. മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവുമായുള്ള വാക്പോരിന് ശേഷമാണ് ട്രംപിന്റെ ഈ നിർണായക നീക്കം. ആണവായുധ ഭീഷണികളോട് പ്രതികരിക്കാൻ അമേരിക്ക പൂർണ്ണമായും തയ്യാറാണെന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. റഷ്യൻ മുൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളെ ട്രംപ് വളരെ ഗൗരവത്തോടെയാണ് കണ്ടത്. മെദ്വദേവിന്റെ ഭീഷണിക്ക് പിന്നാലെ ആണവായുധ ഭീഷണികളെ നേരിടാൻ അമേരിക്ക പൂർണ്ണമായി സജ്ജമാണെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടി എന്ന നിലയിൽ 2 US ആണവ അന്തർവാഹിനികൾ റഷ്യൻ അതിർത്തിക്ക് സമീപം വിന്യസിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അമേരിക്കയുടെ ഈ നീക്കം റഷ്യയെ ചൊടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ശക്തമായ ആണവ ശക്തികളായ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ഈ നടപടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് ഒരു താക്കീതായിട്ടാണ് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ ഈ ശക്തമായ നീക്കം റഷ്യൻ ഭീഷണികളെ വെറുതെ വിടാൻ അമേരിക്ക തയ്യാറല്ല എന്ന സന്ദേശം നൽകുന്നു. റഷ്യ ചൈന സംയുക്ത സൈനിക അഭ്യാസം ട്രംപിന്റെ ഈ നീക്കത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ടാണ് റഷ്യ ചൈനയുമായി ചേർന്ന് സൈനിക അഭ്യാസം ആരംഭിച്ചത്. ജപ്പാൻ കടലിലാണ് ഇരു രാജ്യങ്ങളും സംയുക്തമായി സൈനിക അഭ്യാസം നടത്തുന്നത്. C-2025 എന്ന് പേരിട്ടിട്ടുള്ള ഈ സംയുക്ത അഭ്യാസങ്ങൾ റഷ്യയുടെ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ തുറമുഖമായ വ്ളാഡിവോസ്റ്റോക്കിന് സമീപമാണ് നടക്കുന്നത്. ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 4 ചൈനീസ് കപ്പലുകൾ അഭ്യാസങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ ഷാവോക്സിംഗ്, ഉറുംകി എന്നിവയും ഉൾപ്പെടുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ അഭ്യാസങ്ങളിൽ അന്തർവാഹിനി രക്ഷാപ്രവർത്തനം, സംയുക്ത അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ, വ്യോമ പ്രതിരോധം, മിസൈൽ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സമുദ്ര പോരാട്ടം എന്നിവയെല്ലാം ഉൾപ്പെടും. സൈനിക അഭ്യാസത്തിന് ശേഷം പസഫിക് സമുദ്രത്തിലെ ജലാശയങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേന സംയുക്തമായി പെട്രോളിംഗ് നടത്തുമെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ സംയുക്ത നാവിക അഭ്യാസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. എതിരാളികൾക്ക് ശക്തമായ ഒരു പ്രതിരോധ സൂചന നൽകുക എന്ന ലക്ഷ്യവും ഈ അഭ്യാസങ്ങൾക്ക് പിന്നിലുണ്ട്. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് റഷ്യയും ചൈനയും പരിധിയില്ലാത്ത തന്ത്രപരമായ പങ്കാളിത്തം എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈനിക ശക്തിയും ഏകോപനവും മെച്ചപ്പെടുത്തുന്നതിനായി പതിവായി സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ സൈനികാഭ്യാസങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെങ്കിലും ട്രംപിന്റെ നീക്കത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് നടന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇത് വെറും ഒരു യാദൃച്ഛികമല്ല, മറിച്ച് അമേരിക്കയുടെ വെല്ലുവിളിയോടുള്ള ഒരു ശക്തമായ മറുപടിയായാണ് സൈനിക വിദഗ്ധർ ഇതിനെ കാണുന്നത്. അമേരിക്ക റഷ്യൻ അതിർത്തിക്ക് സമീപം ആണവ അന്തർവാഹിനികൾ വിന്യസിച്ചപ്പോൾ റഷ്യയും ചൈനയും ഒരുമിച്ച് തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. ട്രംപിന്റെ ഈ പ്രകോപനപരമായ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ആണവായുധ ശക്തികളായ 3 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് പല രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടു. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം കൂടുതൽ പ്രതികരണങ്ങൾ നൽകാൻ തയ്യാറായിട്ടില്ല. റഷ്യയും ചൈനയും തങ്ങളുടെ സൈനിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമ്പോൾ ഇത് അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കിഴക്കൻ യൂറോപ്പിലും പസഫിക് സമുദ്രത്തിലും അമേരിക്കയ്ക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്ന് സൈനിക വിദഗ്ധർ പറയുന്നു. ട്രംപിന്റെ അന്തർവാഹിനി വിന്യാസവും അതിന് റഷ്യ ചൈന സംയുക്ത നാവിക അഭ്യാസം കൊണ്ട് മറുപടി നൽകിയതും പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളിൽ നിന്നും മാറി ചിന്തിക്കാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ആണവായുധങ്ങളുടെ ഭീഷണി നിലനിൽക്കുമ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സൈനിക ശേഷി പരസ്യമായി പ്രദർശിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒരു പുതിയ പ്രതിരോധ തന്ത്രമാണ് ഇവിടെ ഇരുകൂട്ടരും പ്രയോഗിക്കുന്നത്. സൈനിക നീക്കങ്ങൾ ശത്രുവിനുള്ള ശക്തമായ മുന്നറിയിപ്പായി വർത്തിക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ ഒരു നവശീതയുദ്ധത്തിന് തുടക്കമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ കടലിൽ റഷ്യയും ചൈനയും നടത്തിയ സംയുക്ത നാവിക അഭ്യാസം പസഫിക് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ കാര്യമായി ബാധിക്കും. ഈ അഭ്യാസം അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കും വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യ ചൈന കൂട്ടുകെട്ട് ഒരു സുരക്ഷാ ഭീഷണിയാണ്. അതിനാൽ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും. ഇതോടെ ഈ മേഖലയിൽ കൂടുതൽ സൈനിക വിന്യാസങ്ങൾക്കും ആയുധ മത്സരങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം സൈനിക അഭ്യാസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഡ്രോൺ സാങ്കേതിക വിദ്യ, ആണവായുധ ഗവേഷണം, സൈബർ യുദ്ധം തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിന് ഒരു വെല്ലുവിളിയായി മാറിയേക്കാം. ഈ സൈനിക സാങ്കേതിക കൂട്ടുകെട്ട് പുതിയ ആഗോള സാമ്പത്തിക സൈനിക ശക്തികളുടെ ഉദയത്തിന് വഴിവെക്കുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തി പ്രാപിക്കുന്നത് ഡോളറിന്റെ ആഗോള ആധിപത്യം കുറയ്ക്കാൻ സഹായിക്കുമെന്നും ചില സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഈ സംഭവ വികാസങ്ങൾക്ക് റഷ്യയുടെയും അമേരിക്കയുടെയും ആഭ്യന്തര രാഷ്ട്രീയത്തിലും സ്വാധീനമുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ ഈ ശക്തമായ നിലപാട് ആഭ്യന്തരമായി അദ്ദേഹത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ചൈനയുമായി സഹകരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാബോധം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന് ആഭ്യന്തര പിന്തുണ നേടിക്കൊടുക്കാനും സഹായിക്കും. അന്തർവാഹിനി വിന്യാസം, സംയുക്ത സൈനികാഭ്യാസം എന്നിവയെല്ലാം ഈ 2 നേതാക്കളും തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.
നിലനിൽക്കുന്നു. റഷ്യ ചൈന കൂട്ടുകെട്ട് ശക്തിപ്പെട്ട സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകും. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ പോലും ഈ പുതിയ സാഹചര്യത്തിൽ തങ്ങളുടെ വിദേശ നയം പുനഃക്രമീകരിക്കാൻ സാധ്യതയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ രണ്ട് ചേരികളിലും ചേരാതെ സ്വന്തമായി ഒരു നയം രൂപീകരിക്കാൻ ശ്രമിച്ചേക്കാം. അതേസമയം ഈ നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ വീണ്ടും രണ്ട് ചേരികളായി വിഭജിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഈ സംഘർഷം പുതിയ ആഗോള രാഷ്ട്രീയ ക്രമം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഉറപ്പാണ്.